തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിൽ നിന്ന് 20 കോടി രൂപ തട്ടിയെടുത്ത ധന്യ മോഹൻ കൊല്ലത്തുകാരി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അവരുടെ ഭർത്താവ് വസന്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയെന്ന വാർത്ത വരുന്നു. ധന്യ മോഹൻ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഭർത്താവിൻ്റെയും മറ്റ് ബന്ധുക്കളുടെയും അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി വീണ്ടും ചേരുന്നു. സൂരജ്, ഈ നമ്മുടെ ധന്യൊക്കെ യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ വനിതാ സ്റ്റാഫിനൊന്നും അങ്ങനെ കയറി ഇതുപോലുള്ള കലാപരിപാടി നടത്താൻ പറ്റത്തില്ലെന്നായിരുന്നു. അതും 20 കോടിക്കൊന്നും അവർക്ക് താങ്ങത്തില്ലെന്നായിരുന്നു. പക്ഷേ ഇത് താങ്ങാൻ റേഞ്ചുള്ളവർ കേരളത്തിലുണ്ടെന്ന് മനസ്സിലായി. താങ്ക് യു, പറയും. SKN ഇതിന്റെ അന്വേഷണ തലവനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒറ്റ വാക്കിൽ പറഞ്ഞ മറുപടി ഇതാണ്: പഠിച്ച കള്ളി എന്നുള്ളതാണ് ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം ഇതിന്റെ DYSP നമ്മളോട് പറഞ്ഞത്. കാരണം അത്തരത്തിലായിരുന്നു ഇവരുടെ മൊഴി. കൃത്യമായി പഠിച്ചു പറയുന്നത് പോലെയാണ് പോലീസിന് മൊഴി നൽകിയത്. എന്തായാലും ധന്യയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് തയ്യാറെടുക്കുകയാണ്. ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കും. അതിനിടയിൽ മറുവശത്ത് ഈ ഭർത്താവിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ ഭർത്താവ് കൊല്ലം കൂരിപ്പുഴ സ്വദേശിയാണ് വസന്തിന് വേണ്ടി നേരത്തെ തന്നെ വസന്ത് വിദേശത്തേക്ക് കടക്കാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നു. ഈ ധന്യ മോഹൻ ഈ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയ പണം അത് ബന്ധുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി എന്നുള്ളതാണ് ധന്യയുടെ മൊഴി. അതോടൊപ്പം പോലീസ് കണ്ടെത്തിയതും അങ്ങനെയാണ്. ഈ ഭർത്താവിൻ്റെ അടക്കം അക്കൗണ്ടുകളിലേക്ക് ഈ തുക മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ വസന്തിന് NRI അക്കൗണ്ട് ഉണ്ട്. വിദേശത്തു നിന്ന് പണം സ്വീകരിച്ച നാട്ടിൽ ഈ ധന്യ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം അത് കുഴൽപ്പണ ഇടപാട് നടത്തിയോ എന്നൊരു സംശയം പോലീസിനുണ്ട്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വസന്തിനെ അടക്കം കണ്ടെത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ ധന്യയുടെ പിതാവിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവിനും പിതാവിനും വേണ്ടിയുള്ള അന്വേഷണമാണ് നിലവിൽ ഊർജിതമാക്കിയിട്ടുള്ളത്. NRI അക്കൗണ്ടുകൾ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. ഡിജിറ്റൽ ലോൺ ഇടപാടുകളിലാണ് ഈ ധന്യ തട്ടിപ്പ് നടത്തിയത്. അതും 8000-ലേറെ തവണയായാണ് 20 കോടി രൂപ പലപ്പോഴായി 8000-ലേറെ തവണയായി പലപ്പോഴായി ചെറിയ ചെറിയ തുകകളായി 20 കോടി രൂപ മാറ്റിയെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ധന്യയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഭർത്താവിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.